ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അമ്മാ ബഅദ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, മർക്കസു സഖാഫത്തി സുന്നിയയിലെ സാനവിയ വിദ്യാർത്ഥികളുടെ ഇഹ്യാ ഉസുന്ന ഒരുക്കുന്ന ഈ പരിപാടിയിൽ സമസ്തയുടെ ചരിത്രത്തെക്കുറിച്ച് അല്പകാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർത്തീകരിച്ചു തന്ന പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഈ ലോകത്ത് പ്രചരിപ്പിച്ചതും അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചതും അത് നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തതും മഹാന്മാരായ പണ്ഡിതന്മാരാണ്. കാരണം അവർ അമ്പിയാക്കളുടെ അനന്തര അവകാശികളാണ്. റസൂലുള്ളാഹി തങ്ങളുടെ തൊട്ടടുത്ത കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന് ഏറെ ഭീഷണികളുണ്ടായിട്ടുണ്ട്. പ്രവാചകത്വം ബാധിച്ചവരിൽ നിന്ന്, സക്കാത്ത് നിഷേധിച്ചവരിൽ നിന്ന്, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളായി തിരിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എടുത്ത ധീരോദാത്തമായ നടപടികൾ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിൽ വളരെ പ്രസക്തമായ ഒരു ചുവടുവെപ്പായിരുന്നു. ആ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ നൂറുകണക്കിന് സ്വഹാബാക്കൾ യുദ്ധങ്ങളിൽ ഷഹീദായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഖുർആൻ ഒരുമിച്ച് കൂട്ടുകയും പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രതികളെടുത്ത് ഇസ്ലാമിക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുകയും അത് ഭദ്രമാക്കുകയും ചെയ്തു. ശേഷം മഹാന്മാരായ പണ്ഡിതന്മാർ പുതിയ പുതിയ കാര്യങ്ങൾ ഇസ്ലാമിൽ വിഷയങ്ങളായി വന്നപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ഫിഖ്ഹിനനുസരിച്ച് തീരുമാനിക്കേണ്ടി വന്നപ്പോൾ മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുകൾ അവർ മദ്ഹബുകൾ ക്രോഡീകരിക്കുകയും ആ കാലഘട്ടത്തിൽ ചെയ്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അവർ നിർവഹിക്കുകയുമുണ്ടായി. പരിശുദ്ധമായ ഹദീസുകൾ നഷ്ടപ്പെടുന്നു എന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഇമാം ബുഖാരിയെപ്പോലെ, മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ അത് ക്രോഡീകരിച്ചു വെക്കുകയും ശേഷമുള്ള ലോകത്തിന് വളരെ ആധികാരികമായി ഹദീസുകൾ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി വെക്കുകയും ചെയ്തു. ഇസ്ലാം ലോകമാസകലം വ്യാപിക്കുകയും ഇസ്ലാമിന് അധികാരവും പണവും വർദ്ധിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആത്മീയ വശങ്ങളിൽ നിന്ന് ആളുകൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ സംശയിച്ചപ്പോൾ തസവുഫിൻ്റെ സംസ്കരണത്തിൻ്റെ മാർഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തസവുഫിൻ്റെ പണ്ഡിതന്മാർ ലോകം മുഴുവനും അതനുസരിച്ച് ഇസ്ലാമിക പ്രചരണം നടത്തുകയുമുണ്ടായി. ഇന്ത്യ രാജ്യത്ത് മഹാനായ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രചരണം നടത്തിയത്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഇസ്ലാം നിലനിൽക്കാൻ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ നിലനിൽക്കാൻ, അതിൻ്റെ ശക്തി വ്യക്തമാക്കാൻ ആ കാലഘട്ടത്തിൽ ഏതു രൂപത്തിലാണോ പ്രവർത്തിക്കേണ്ടത് അങ്ങനെ മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ ചെയ്തു വച്ചതിൻ്റെ ഫലമാണ് ഇന്നു നമുക്ക് മുസ്ലിമായി ജീവിക്കാനും ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാനും കഴിയുന്നത്. കേരളത്തിൽ ഇസ്ലാം വന്നെത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലാണ്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം എന്ന് പറയുന്നത് ചേരമാൻ പെരുമാളാണ്. ചേരമാൻ പെരുമാൾ സഹാബിയായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. അങ്ങനെ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഈ കേരളത്തിലേക്ക് വന്ന ഒരു സംഘം ആളുകൾ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പള്ളികൾ നിർമ്മിക്കുകയും കൊടുങ്ങല്ലൂരും ചാലിയത്തും കൊയിലാണ്ടി കൊല്ലത്തും തളങ്കരയിലുമൊക്കെ മാടായിലുമൊക്കെ പള്ളികൾ സ്ഥാപിക്കുകയും അവിടെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു.
പിന്നീട് കാലങ്ങളായി പണ്ഡിതന്മാർ അവരുടെ ദൗത്യം നിർവഹിക്കുകയും ബഹുമാനപ്പെട്ട മഖ്ദൂം പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക പ്രചരണത്തിനും അതിൻ്റെ നിലനിൽപ്പിനും ആ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിൽ സിലബസ് തയ്യാറാക്കി അതിനനുസരിച്ച് കേരളത്തിൽ ഒരു പുതിയ നവോത്ഥാനം അവർ സാധ്യമാക്കുകയുണ്ടായി. അതിൻ്റെ പ്രൊഡക്റ്റുകളായി കേരളത്തിലെ ഒരുപാട് ഔലിയാക്കന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് സാധാരണക്കാർ അവർ പരിശുദ്ധ ഇസ്ലാമിനെ സംരക്ഷിക്കുകയും അങ്ങനെ 1900-ങ്ങളായപ്പോൾ ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ അവരുടെ അധികാരം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുകയും പരിശുദ്ധമായ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ 1919 ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ലോക മുസ്ലിങ്ങളുടെ നേതൃത്വമായി കണക്കാക്കപ്പെട്ടിരുന്ന തുർക്കി സുൽത്താനെ അവർ പരാജയപ്പെടുത്തുകയും ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വരികയുമുണ്ടായി. ആ സമയത്താണ് കേരളത്തിൽ ബിദഈ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റമുണ്ടായത്. ബിദഈ പ്രസ്ഥാനങ്ങൾ നേരിട്ട് സമൂഹത്തിലേക്ക് അവരുടെ ആശയങ്ങളുമായി വരുമ്പോൾ അത് സമൂഹം സ്വീകരിക്കില്ല. മഖ്ദൂമുമാരുടെ പാരമ്പര്യത്തിൽ വളർന്നൊരു സമൂഹത്തിന് അത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ മറ്റു രൂപങ്ങൾ ഉപയോഗിച്ച് പല തന്ത്രങ്ങളും ഉപയോഗിച്ചാണ് അവർ ഈ ബിദ്അത്ത് കേരളത്തിൽ പ്രചരിപ്പിച്ചത്. അങ്ങനെ ബിദ്അത്ത് കേരളത്തിൽ പ്രചരിക്കുന്നത് കണ്ടപ്പോൾ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ നോക്കി നിൽക്കുകയല്ല, പാണ്ഡിത്യത്തിൻ്റെ ദൗത്യം എന്താണോ ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് 1926 സമസ്ത രൂപീകരിച്ചത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുകയും അവർ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ പഴയ സമ്പ്രദായങ്ങളൊക്കെ മാറി കേരളത്തിൽ പ്രത്യേകിച്ച് റെയിൽവേ വരികയും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും സമൂഹത്തിൽ ഇതുപോലുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ പണ്ഡിതന്മാരുടെ ഒരു ചെറിയ പ്രസംഗം കൊണ്ട് മാത്രമോ ദർസ് കൊണ്ട് മാത്രമോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ എതിരെ പ്രവർത്തിക്കുന്ന ബിദഇകളെയും മറ്റു കക്ഷികളെയും പ്രതിരോധിച്ച് നിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഈ സമസ്ത എന്ന പുതിയ സംഘടനയ്ക്ക് ആ മഹാന്മാരായ പണ്ഡിതന്മാർ രൂപീകരണം നടത്തിയിട്ടുള്ളത്. ആ ഒരു പ്രവർത്തനം അന്ന് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ ഇസ്ലാമിക അന്തരീക്ഷം മറ്റൊന്നാകുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ബിദഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ അവർ ഉന്നയിക്കുന്ന ആശയങ്ങൾ പരിശുദ്ധമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് അതിന് മദ്ഹബിൻ്റെ വീക്ഷണത്തിലൂടെയുള്ള പണ്ഡിതോചിതമായ തീരുമാനങ്ങൾ പണ്ഡിതന്മാരായ ആളുകൾ എടുക്കുമ്പോൾ അത് കയ്യോടെ സ്വീകരിക്കാൻ കേരളത്തിൽ ഉമറാക്കളും മറ്റു പണ്ഡിതന്മാരും തയ്യാറായിരുന്നു എന്നതാണ് അന്നത്തെ സമസ്തയുടെ വിജയം. ആ കാലഘട്ടങ്ങൾക്ക് ശേഷം ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുകയും സാഹചര്യങ്ങളൊക്കെ മാറുകയും ചെയ്തപ്പോൾ പണ്ഡിതന്മാരുടെ ദൗത്യം കൊണ്ട് മാത്രം, പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിലനിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സുന്നി യുവജന സംഘം, അതിനുശേഷം സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, ഇന്ന് നമുക്ക് കേരള മുസ്ലിം ജമാഅത്ത്, ഇതൊക്കെ പണ്ഡിതന്മാർ അവരുടെ ആ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും ചെയ്യേണ്ട ദൗത്യങ്ങൾ ആ ദൗത്യങ്ങൾ സുന്ദരമായി നിർവഹിച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ്. ആ പ്രവർത്തനങ്ങളുടെ വൈപുല്യം ഇന്ന് നമുക്കറിയാം. കേരളത്തിൽ ആയിരക്കണക്കിന് മദ്രസകളും നൂറുകണക്കിന് അറബി കോളേജുകളും ദർസ് സംവിധാനങ്ങൾ ക്ഷയിച്ചിടത്തു നിന്ന് അതിനൊരു പുനരുദ്ധാരണവുമൊക്കെ സാധ്യമാക്കിയത് നമ്മുടെ ഈ സമസ്തയുടെ പ്രവർത്തനങ്ങളാണ്. ബിദഈ പ്രസ്ഥാനങ്ങളെ, ലിബറലിസത്തെ, യുക്തിവാദത്തെ, മയക്കുമരുന്നിനെ, മദ്യത്തെ, ഇങ്ങനെ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങുന്ന മുഴുവൻ തിന്മകൾക്കെതിരെയും ശക്തമായ പ്രവർത്തനങ്ങളാണ് സമസ്ത നടത്തിയിട്ടുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ
സമസ്തക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ശക്തമായ പ്രതിസന്ധികൾ ബിദഈ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റമായിരുന്നു. അതിനെ വളരെ ശക്തമായി പ്രതിരോധിക്കാൻ സമസ്തക്ക് കഴിഞ്ഞു എന്നത് നമ്മുടെ സമസ്തയുടെ വിജയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ആശയപരമായി സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിച്ചു നിലനിർത്തേണ്ട വലിയ ദൗത്യം മഹാന്മാരായ പണ്ഡിതന്മാർ ഏറ്റെടുത്തു. അവർ വാദപ്രതിവാദങ്ങൾ നടത്തി, സമ്മേളനങ്ങൾ നടത്തി, മുഖാമുഖങ്ങൾ നടത്തി സമൂഹത്തിൻ്റെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുത്തതുകൊണ്ട് ഇന്ന് നമുക്ക് സുന്ദരമായി പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കാൻ കഴിയുന്നു എന്നത് നാം ഓർക്കേണ്ടതുണ്ട്. പ്രതിസന്ധികളിൽ രണ്ടാമതായി നമുക്ക് വന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ എതിർപ്പുകളാണ്. പ്രത്യേകിച്ച് സമസ്ത പിളരാനുണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം. ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിം സമൂഹത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റു മതേതര പാർട്ടികളെ പോലെ പ്രവർത്തിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അരികുവൽക്കരിക്കുക എന്നത് അവർക്ക് ആവശ്യമായൊരു കാര്യമായതിനാൽ സമസ്തയും അതിൻ്റെ പണ്ഡിതന്മാരും അതിന് അനുകൂലമായി നിൽക്കില്ല എന്നതും ബിദഈ പ്രസ്ഥാനങ്ങളുടെ ശക്തമായ കടന്നുകയറ്റത്തെ ചെറുക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സുന്നി പണ്ഡിതന്മാർ രാഷ്ട്രീയത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾക്കും അനുകൂലമായി പ്രസ്താവനകൾ നടത്തില്ല എന്നും മനസ്സിലാക്കിയപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാരെ ഭിന്നിപ്പിക്കാനുള്ള ഗൂഢപരിശ്രമങ്ങൾ അണിയറയിൽ നടന്നതിൻ്റെ ഭാഗമാണ് സമസ്ത പിളരാൻ കാരണമായത് എന്ന് നമുക്കൊക്കെ അറിയാം. ആ ഒരു പിളർപ്പിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, സുൽത്താനുൽ ഉലമ AP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ശക്തമായൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നത് നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ നമ്മുടെ ജീവിതത്തിൽ അവസരമുണ്ടായി എന്നത് നമ്മുടെ ആഖിറത്തിൽ അള്ളാഹു നമുക്ക് കൂടുതൽ പ്രതിഫലം നൽകാനുള്ള കാരണമാക്കിയേക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ എന്ന് നാം ദുആ ചെയ്യുകയാണ്. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഇസ്ലാമിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും വളരെ വിപുലമായി നിൽക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപകമായ രൂപത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മിക്ക സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്തും മുസ്ലിങ്ങൾ അരികുവൽക്കരിക്കപ്പെട്ടിടത്തുമൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ പ്രവർത്തകന്മാർ അവർ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ നമ്മുടെ സമസ്തക്ക് കഴിയുന്നു. പണ്ഡിതന്മാർക്ക് അതിനുള്ള പ്രചോദനം പരിശുദ്ധമായ ഇസ്ലാമും സുന്നത്ത് ജമാഅത്തും മഹാന്മാരായ പണ്ഡിതന്മാർ, ഉസ്താദുമാർ അവർ പഠിപ്പിച്ച പരിശുദ്ധമായ ദീനുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേരളത്തിൻ്റെയും ഇന്ത്യ രാജ്യത്തിൻ്റെയും ഭാവി തീരുമാനിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇനിയും സജീവമാകേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുക എന്നതാണ് ഈ 100-ാം വാർഷികത്തിൽ, ഈ 100-ാം സമസ്തയുടെ സെൻറ്റിനറി നമുക്ക് എത്തി നിൽക്കുന്ന ഈ സമയത്ത് നാം ചെയ്യേണ്ടത്. വളരെ വിജയകരമായ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു. നാട്ടുദർസ് നമ്മുടെ നാടുകളിലൊക്കെ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയുമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നമ്മൾ അറിഞ്ഞിടത്തോളം വളരെ ആവേശകരമായ പ്രതികരണമാണ് ആ ദർസിനുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലുസുഫയുടെ പിൻഗാമികളാവാൻ ആഗ്രഹിച്ചുകൊണ്ട് നാട്ടുകളിലെ എല്ലാ ആളുകളും, അതിലെ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും പള്ളികളിൽ ഒരുമിച്ചുകൂടി ബൈത്തുകൾ ചൊല്ലി ദർസ് നടത്തി സ്വലാത്ത് ചൊല്ലി പിരിയുന്ന സുന്ദരമായൊരു കാഴ്ച. ഇത് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ വളരെ നല്ലൊരു മാറ്റം വരുത്തും, നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ ഊർജം നൽകും എന്ന് നമുക്കറിയാം. അതോടൊപ്പം നമ്മൾ ഈ സംസ്ഥയുടെ സെൻറ്റിനറിയുടെ ഭാഗമായി സമസ്ത പ്രഖ്യാപിച്ച ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കണം എന്ന് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി
ഞാൻ അവസാനിപ്പിക്കുകയാണ്. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.